Good morning, all. Good morning. Good morning, madam. ഇതിൽ വേറൊരു ചന്ദ്രിക കാണുന്നുണ്ടല്ലോ, അതാരാണിത്? Good morning, all. അറിയാനൊരു ക്യൂരിയോസിറ്റി. ഏത് ചന്ദ്രികയാണാവോ? ചന്ദ്രിക, can you hear me? അയാള് ഫേക്ക് ആണോന്നുണ്ട്. ഇപ്പൊ കാണാനില്ല. അതാണ് മാഡത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയ.
സംതിങ് എന്നാലും നമ്മളെ സ്വന്തം പേര് വേറെ ആൾക്ക് കാണുമ്പോ നമുക്ക് അവരോട് ഒരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ആ ഫേസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ ആളെ ഐഡന്റിഫൈ ചെയ്യാതെ പോയി തോന്നുന്നു. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ. എനിവേ, ഡോക്ടറെ 7:02 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഷൈബാമയുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JCI India Zone 28 is hereby called to order. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം 25ാമത്തെ 7 AM മോർണിംഗ് ഡ്രൈവിലേക്ക് ഒഫീഷ്യലി വെൽക്കം സ്പീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോൺ ഡയറക്ടർ മാനേജ്മെന്റ് JFG വർഷ S. കുമാറിനെ ക്ഷണിക്കുന്നു. Thank you, Chairman, for the privilege. Most respected Chairman, Dr. Shyam Haidar, our facilitator for the day, JFT Shaima, and my dear members of JCI. A very good morning to all. നമ്മൾ ഇന്നിപ്പോ 7 AM മോർണിംഗ് ഡ്രൈവ് 25ാമത്തെ ദിവസം എത്തി നിൽക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചെയർമാൻ ദി സോൺ ഡയറക്ടർ ട്രെയിനിങ് ഓഫ് JC India Zone 28 JC ഡോക്ടർ ഹിഷാം ഹൈദറിനെ വെൽക്കം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി JFD ഷൈമ മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോൺ ഡയറക്ടർ മാനേജ്മെന്റ് വർഷ മാഡം ഫോർ എ നൈസ് ടോക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് രാവിലെ തുടങ്ങുന്നത് ഒരു നല്ല വചനം കൊണ്ടാവട്ടെ എന്നുള്ള അർത്ഥത്തിൽ ആരംഭിച്ച സോൺ 28ന്റെ പുതിയ ഒരു സോണിന്റെ പുതിയ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്, ട്രെയിനിങ് ഏരിയയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് 7 AM മോർണിംഗ് ഡ്രൈവ്. അതിന്റെ 25ാമത്തെ ദിവസമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 25ാമത്തെ ദിവസത്തെ സെഷനാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നിവിടെ നമുക്ക് ക്ലാസ് എടുക്കാൻ നമുക്ക് ഒരു ഗസ്റ്റ് ഫെസിലിറ്റേറ്റർ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് JCI മണ്ണാശ്ശേരി കമലിയുടെ മെമ്പർ ആയിട്ടുള്ള JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള ഷൈമ ചന്ദ്രശേഖരൻ മാഡമാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷൈമ മാഡത്തെ ഹൃദ്യമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഷൈമ മാഡം, പ്ലീസ്. Thank you, sir. The most respected chairman of the meeting, JC Hisham, ZD management, JC Varsha, and all other dignitaries, dear JCs, very good morning and happy Christmas. വളരെ സന്തോഷമുണ്ട്. സോൺ 21 രണ്ട് സോണുകളായി മാറി. സോൺ 21ഉം സോൺ 28ഉം ആയി മാറിയതിനു ശേഷം വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് ട്രെയിനിങ് ഏരിയ നടത്തുന്നത്, രാവിലത്തെ മോർണിംഗ് ഡ്രൈവ്. അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതില് സോൺ 28നോടുള്ള എന്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. മോർണിംഗ് തോട്ട് എന്ന് പറയുമ്പം ഹാഫ് ആൻ അവർ ഒരു തോട്ടാണ് എന്ന് ഹിഷാം സർ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് ഓൾറെഡി ഒരു സെക്കൻഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള കുറേ ചിന്തകളുണ്ട്. നമ്മള് ഒരുപാട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ്. എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മള് മോസ്റ്റ് ഓഫ് ദ ട്രെയിനിങ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ആൽഫബറ്റ്സ് ചെയ്താണ് നമ്മൾ ABCD പറയും. അപ്പൊ നമ്മുടെ ബർത്തിനും ഡെത്തിനും ഇടയ്ക്കുള്ള ഒരു ലെറ്റർ ഉണ്ട്, അത് C ആണ്, അത് നമ്മുടെ ചോയ്സ് ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
ആ ചോയ്സിന് നമ്മൾക്ക് വേണ്ടത്, ആ ചോയ്സ് നല്ല ചോയ്സ് ആവാൻ നമ്മൾക്ക് വേണ്ടത് ഫസ്റ്റ് ലെറ്റർ എ ആണ്. ദാറ്റ് ഇസ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ നല്ല ആറ്റിറ്റ്യൂഡ് ആണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആണ്, അല്ലെ? അപ്പൊ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൽ which one you consider better? എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. Positive attitude. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് is always better. അപ്പൊ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ പറയുള്ളൂ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് is always better or positive emotions are always better എന്ന് പറയാം. നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ്, ഹാപ്പിനെസ്, ജോയ്, അങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അതാണ് എപ്പോഴും നമുക്ക് വേണ്ടതും. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ എപ്പോഴും അത് അൺവാലിഡേറ്റ് ചെയ്ത് കിടക്കാറ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഒരു പുതിയൊരു ടേം അല്ല, നമ്മള് കുറച്ചുകൂടെ എംഫസൈസ് ചെയ്യേണ്ട ഒരു ടേം ഉണ്ട്, ടോക്സിക് പോസിറ്റിവിറ്റി എന്നുള്ള ഒരു ടേം. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ, പോസിറ്റീവ് ഇമോഷൻസ് മാത്രമായിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? പ്ലീസ് റെസ്പോണ്ട്. No. No. It's No. not possible. Actually, madam, good morning. It depends on our thought. അതായത് ഒരു ദിവസം നമുക്ക് ആവറേജ് 45,000 to 60,000 തോട്ട്സ് വരുന്നുണ്ട്. അതിലെ തോട്ട് Yes. നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും. നമ്മുടെ തോട്ട് സെലക്ഷൻ ആണ് അവിടെ. നമ്മളിപ്പോ ഒരു ഓൾ ഓഫ് എ സഡൻ സൂയിസൈഡൽ തോട്ടാണെന്ന് വരുന്നുണ്ട്, ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് നമ്മൾ സൂയിസൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓൾ Okay. ഡിപെൻഡ്സ് ഓൺ ദാറ്റ് സെലക്ഷൻ ഓഫ് ദ തോട്ട്. ഓക്കെ. അപ്പൊ വളരെ കറക്റ്റ് ആണ്. കാരണം നമ്മളെ തോട്ട് പ്രോസസ്സിനെയാണ് അത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്, നമ്മുടെ തോട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് തോട്ട്സ് ആണോ നെഗറ്റീവ് തോട്ട്സ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. യെസ്, ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, ഡെഫിനറ്റ്ലി. അപ്പോ ആക്ച്വലി ഒരു മനുഷ്യനെന്ന് പറയുന്നത് പോസിറ്റീവ് തോട്ട്സ് മാത്രം, ഇപ്പൊ തോട്ട് സെലക്ഷൻ എന്ന് പറയും. ഈ തോട്ട് സെലക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മുടെ തോട്ടിലേക്ക് വരുന്നത് പോസിറ്റീവ് തോട്ട്സ് മാത്രമല്ല, പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും അവിടെ വരുന്നുണ്ട്. ബട്ട് വി ആർ സെലക്ടിങ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് വെരി കറക്റ്റ്. വി ആർ സെലക്ടിങ് പോസിറ്റീവ് എന്ന് പറയുമ്പം അത് അർത്ഥമാക്കുന്നത് അവിടെ നെഗറ്റീവ് തോട്ട്സ് ഇല്ല അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ഇല്ല എന്നുള്ളതല്ല. ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റിയെ ഓവർ എംഫസൈസ് ചെയ്തിട്ട് ട്രൂ ഫീലിങ്ങിനെ സപ്രസ് ചെയ്യുന്ന ഇതിനെ പറയുന്ന ഒരു ടേം ആണ് ആക്ച്വലി ടോക്സിക് പോസിറ്റിവിറ്റി എന്നുള്ളത്. അതായത് സംടൈംസ് ചില സമയത്ത് നമ്മുടെ പോസിറ്റിവിറ്റി ടോക്സിക് ആയി മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പോസിറ്റിവിറ്റി ഈസ് വെരി ഗുഡ്, എപ്പോഴും നല്ലതാണ്. പോസിറ്റീവ് തോട്ട്സ് തന്നെയാണ് നല്ലത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ എനർജൈസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ അടുത്ത് എന്ത് വേണം? പോസിറ്റിവിറ്റി വേണം. ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ദർ. ബട്ട് സംടൈംസ് ചിലപ്പോഴൊക്കെ നമ്മുടെ ട്രൂ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒരുപാട് എഫക്ട് ചെയ്യും. നമ്മുടെ ട്രൂ ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് വാലിഡേറ്റഡ്, അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വളരെ ടഫ് ടൈമിൽ ഇരിക്കുന്ന ഒരാളോട്, അതായത് വളരെ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് ഇപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഒരു മരണം അനുഭവിച്ച് വിഷമം അനുഭവിക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് വളരെയധികം പോസിറ്റിവിറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആക്ച്വലി ഇമോഷൻസ്, അവരുടെ ആ ഒരു ഇമോഷൻ, അവരുടെ വിഷമം എന്ന് പറഞ്ഞ ഇമോഷൻ അവരുടെ ഉള്ളിലുണ്ട്.
അപ്പൊ അവരെ നമ്മൾ എനർജൈസ് ചെയ്യുമ്പം ഇപ്പൊ പോയാലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഈ ഒരു സങ്കടം എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോർമൽ ലൈഫിലേക്ക് വരും. അതൊരു പക്ഷെ സത്യമായിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ദേ വിൽ ബി ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ്. പക്ഷേ അവർ ആ വിഷമം അനുഭവിക്കുന്ന സമയത്ത് അവരോട് പറയാണ് വളരെ പോസിറ്റീവായിട്ട് എന്താ പറയാ, അവരോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കരയാൻ പോലും അനുവദിക്കാതെ, എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണ്. കരയുക എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള, വിഷമം എന്ന് പറഞ്ഞ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അതിന് സമ്മതിക്കാതിരിക്കുമ്പോ ആക്ച്വലി വി ആർ സപ്രസിങ് ദാറ്റ് ഇമോഷൻ. ആ ഇമോഷനെ നമ്മൾ എന്താ ചെയ്യാ, സപ്രസ് ചെയ്യാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. അപ്പൊ സപ്രസ്ഡ് ഇമോഷൻസ് എപ്പോഴും ഒരു സമയത്ത്, പിന്നീട് ഒരു സമയത്ത് ബേസ്റ്റ് ഔട്ട് ചെയ്യും, ഒരു ഫോമിൽ അല്ലെങ്കിൽ വേറൊരു ഫോമിൽ. ലെറ്റ് ദം എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്, ലെറ്റ് ദം എക്സ്പ്രസ് ദെയർ ട്രൂ ഇമോഷൻസ്. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം, ദുഃഖം വന്നാൽ ദുഃഖത്തിന്റെ ഭാവത്തിൽ തന്നെയായിരിക്കും നമ്മളുടെ. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ദുഃഖത്തിലിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചാൽ അല്ലെങ്കിൽ എന്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ എന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ആ പോസിറ്റിവിറ്റി കുറച്ച് മാറിയിട്ട് എന്റെ വിഷമം എക്സ്പ്രസ്ഡ് ആയി പോയാൽ മറ്റുള്ള ആളുകൾ ഞാനൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്ന് കരുതുമോ? ഇതൊക്കെ വളരെയധികം നമ്മളെ, ഇൻക്ലൂഡിങ് മീ, എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം. ഞാനിപ്പം മാക്സിമം ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയ വാട്സപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും ഒക്കെ വളരെ പോസിറ്റീവ് തോട്ട്സ് ഇടുന്ന ഒരാളാണ്. അതിന്റെ അർത്ഥം എനിക്ക് നെഗറ്റീവ് തോട്ട്സ് ഇല്ലാന്നോ, എനിക്ക് സങ്കടമോ വിഷമോ ഒന്നും ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന എന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രം. ആക്ച്വലി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് വളരെ നല്ല ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്, വളരെ നല്ല ഹാപ്പി ആയി നിൽക്കുന്ന ഫാമിലിനെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ എക്സ്പ്രസ്ഡ് ആവുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അധികവും നമ്മൾ ഏറ്റവും ബെസ്റ്റ് സൈഡ് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്ഥലം. സംടൈംസ് എഴുതുന്നവരൊക്കെ ചിലപ്പോൾ അവരുടെ ഇമോഷൻസ് ഒക്കെ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് എഴുത്തുകളിലൂടെയൊക്കെ വരാറുണ്ട്. അല്ലാത്ത പക്ഷം ഏറ്റവും നല്ല സൈഡ് മാത്രം നമ്മൾ കാണിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പം അതാണ് ട്രൂ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ ആക്ച്വലി ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അത് സൈഡും കൂടെ ഉണ്ട്, മറ്റൊരു സൈഡും കൂടെ ഉണ്ട്, അതിന് മറ്റൊരു വശവും കൂടെ ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ പോസിറ്റിവിറ്റിയെ ഓവർ എംഫസൈസ് ചെയ്യുക. പോസിറ്റിവിറ്റി വേണ്ട എന്നുള്ളതൊന്നല്ല ഞാൻ പറയുന്നതിനെ വേറൊരു രീതിയിൽ എടുക്കരുത്. ആക്ച്വലി ഇങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പോസിറ്റിവിറ്റി തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷെ ബാലൻസ്ഡ് പോസിറ്റിവിറ്റി ആവണം എന്ന് മാത്രം. ബാലൻസ്ഡ് ആവണം. പോസിറ്റിവിറ്റി ഇസ് ഗുഡ്, പക്ഷെ അപ്പോഴും നമുക്ക് നമ്മുടെ ട്രൂ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഒരാൾ കരഞ്ഞത് കൊണ്ടോ അയാള് ദേഷ്യപ്പെട്ടത് കൊണ്ടോ അയാള് പോസിറ്റീവ് അല്ലാത്തയോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയോ ഒരു മനുഷ്യനാവുന്നില്ല. ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി, ഇറ്റ്സ് ഓക്കെ ടു ബി സാഡ്. അപ്പൊ ആ ഒരു ട്രൂ ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ പക്ഷം. മേ ബി ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവാം. ഇപ്പൊ നമ്മളിപ്പം ഈ ട്രെയിനിങ്സ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളോട് സക്സസ് സ്റ്റോറീസ് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല ആളുകളുടെയും സക്സസ് സ്റ്റോറി പറയും. പിന്നെ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചതായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടികളേക്ക് എന്താ പകല് പഠിച്ചുകൂടായിരുന്നോ? നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം ഇപ്പം കാലുകൾ നഷ്ടപ്പെട്ട ആള് ജീവിതത്തിൽ സക്സസ് ആയ കഥ നമ്മൾ പറയുമ്പം അവരുടെ മനസ്സിലേക്ക് അറിയാതെങ്കിലും പോകുന്ന, സക്സസ് ആവണമെങ്കിൽ കാലുകൾ നഷ്ടപ്പെടണോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും ഡിഫിക്കൽട്ടി വരണോ, ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമേ ഞാൻ സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ഡിഫിക്കൽട്ട് ടൈംസ് ഒക്കെ ഫേസ് ചെയ്ത് ചലഞ്ചസിനെ ഫേസ് ചെയ്ത് പോയാൽ മാത്രമേ സക്സസിലേക്ക് എത്തുള്ളൂ. അങ്ങനെയുള്ളൊരു റോങ് മെസ്സേജ് കുട്ടികളിലേക്ക് കൺവേ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റിയും. അത് ഇന്നത്തെ കുട്ടികൾ അത് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. മുമ്പായിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന സക്സസ് സ്റ്റോറിയിൽ ഇൻസ്പയർഡ് ആവുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. അവര് ഹൈലി ഇന്റലിജന്റ് ആണ്. അവരിത് മുഴുവനും അനലൈസ് ചെയ്യും. നമ്മളോട് ഒരുപാട് മറുചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ, ഞാൻ ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന ടോപ്പിക്കിലേക്ക് എത്താൻ തന്നെ റീസൺ അതാണ്. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ പറയുന്ന സമയത്ത്
ഇമോഷണൽ ബാലൻസിങ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയും എപ്പോഴും നമ്മുടെ ബോഡിക്ക് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ അത് അബ്സോർബ് ചെയ്യും, വേണ്ടാത്തതിന് അത് പുറത്തോട്ട് തള്ളും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദർ ഇസ് നോ സച്ച് ആൻ ഓട്ടോമാറ്റിക് സിസ്റ്റം ഫോർ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ അത് കോൺഷ്യസ്ലി റിമൂവ് ചെയ്യണം എന്ന് പറയാറുണ്ട്. റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദർ എന്നോ അത് എക്സ്പ്രസ് ചെയ്യരുത് എന്നോ അല്ല പറയുന്നത്. നമ്മുടെ മൈൻഡിന് അങ്ങനെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല എന്നാണ് പറയുന്നത്. സങ്കടം വന്നാൽ ആ സങ്കടത്തിനെ ഓട്ടോമാറ്റിക് ആയിട്ട് തള്ളാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ മൈൻഡിനില്ല. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ നമുക്ക് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷെ അതിനെ ദേഷ്യം ഇല്ലാതെയാക്കി മൈൻഡിൽ നിന്ന് പുറത്തോട്ട് കളയാനുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം നമുക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്. സങ്കടം വന്നാൽ കരയുക, എക്സ്പ്രസിങ് ദാറ്റ് ഇമോഷൻ, കരഞ്ഞു തീർക്കുക എന്ന് നമ്മൾ പറയാം. അങ്ങനെ ചെയ്യാം. നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളോട് നമുക്കത് പറഞ്ഞു തീർക്കാം. അതായത് സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ ഇമോഷൻ എന്താണോ അത് പറഞ്ഞു തീർക്കാം എന്ന് പറയാറുണ്ട്. ഇതിനേക്കാൾ ഒക്കെ അപ്പുറത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ഇമോഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ഒക്കെ വരും. പക്ഷെ ഹൗ ലോങ് വി ആർ ഹോൾഡിങ് ദാറ്റ് എന്നുള്ളതാണ്. എത്ര സമയം നമ്മൾ ആ സാധനത്തിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. നമ്മുടെ കൈ വെറുതെയെങ്കിലും ഇങ്ങനെ താങ്ങി നിർത്തി കഴിഞ്ഞാൽ കുറെ സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും അതിന് വളരെയധികം നമ്മൾ കൈയുടെ വേദനിക്കാൻ തുടങ്ങും. ആ സമയത്ത് കുറെ നെഗറ്റീവ് ഇമോഷൻസിനെ, അതായത് നമ്മുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നിർത്താണ്. നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞത് താങ്ങാൻ പറ്റാതെ നമ്മുടെ ഹൃദയത്തിന് വരുന്ന സമയത്താണ് ബിഗ് എക്സ്പ്ലോഷൻസ്, ബേസ്റ്റ് ഔട്ട് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആക്ച്വലി നമ്മുടെ പോസിറ്റിവിറ്റി തന്നെയാണ് വേണ്ടത്, അതല്ല എന്നൊന്നും അല്ല പറയുന്നത്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഷുഡ് ബി വാലിഡേറ്റഡ് എന്നുള്ളത്. അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം, അതിനെ അക്നോളജ് ചെയ്യണം. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട്, ഓ നിനക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ അല്ലേ, ഞാൻ ഇതിനേക്കാളും വലിയ എന്തൊക്കെ സിറ്റുവേഷൻസ് തരണം ചെയ്തു വന്നതാണ് എന്ന് പറയുമ്പം ആക്ച്വലി നമ്മൾ അയാളുടെ ഇമോഷനെ അവിടെ ചെറുതായി കാണുകയാണ്. അയാളുടെ ആ ഒരു സങ്കടം എന്ന് പറഞ്ഞ അയാളുടെ ഒരു ഇമോഷനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യപ്പെടാതെ പോവാണ്. അയാളെ സംബന്ധിച്ച് അയാളുടെ വിഷമം വലുതാണ്. നമ്മൾ ചിലപ്പം അതിനേക്കാൾ ടഫ് ആയിട്ടുള്ള 100 സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ സമയത്തിലെ. അതിനെ വാലിഡേറ്റ് ചെയ്യാം. യെസ്, ദിസ് ഇസ് യുവർ ടഫ് ടൈം. പക്ഷെ എന്ത് ചെയ്യാ, കുറച്ച് സമയം എടുത്തിട്ട്, അല്ലെങ്കിൽ യു ടേക്ക് 2 or 3 days, അത്രയും സമയം എടുത്തിട്ട് എന്താണോ ഈ പറഞ്ഞ മെത്തേഡിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അയാളുടെ ഇമോഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് അതിനെ പുറന്തള്ളാൻ പറ്റുമോ ആ മെത്തേഡ് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ അയാളോട് കരയരുത്, സങ്കടപ്പെടാൻ പാടില്ല, ഇതുപോലുള്ള ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻസ് കടന്നു പോകുന്ന ആളുകളുണ്ട്. ശരിയായിരിക്കാം, മറ്റുള്ളവരെ സംബന്ധിച്ച് അയാൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ വളരെ ചെറുതായിരിക്കാം, പക്ഷെ അയാളെ സംബന്ധിച്ച് അത് വലിയ സങ്കടമാണ്. അപ്പൊ ആ വ്യക്തിയെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അയാളുടെ സങ്കടത്തെ അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് ഇമോഷൻ എന്താണോ ആ ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതൊരിക്കലും അയാളെ തളർത്താൻ വേണ്ടിയിട്ടുള്ളതാവരുത്. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളിൽ അതിന്റെ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പം യെസ്, റിയലി ദിസ് ഇസ് യുവർ ടഫ് ടൈം, പക്ഷെ നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. യു ടേക്ക് ടൈം, സമയം എടുത്തിട്ട് അതിനെ ഓവർകം ചെയ്യാം. അല്ലാത്ത പക്ഷം അയാളുടെ ആ ഇമോഷൻ സപ്രസ് ആയിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, അത് തീരുന്നില്ല. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്തിട്ട് അതിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അതിനെ നമ്മൾ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും. നോർമൽ കേസിൽ ഇപ്പം നമ്മൾ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സങ്കടം ഇസ് സങ്കടം, വിഷമം ഇസ് വിഷമം, ഇറ്റ് ഇസ് ദർ, ഇറ്റ് ഷുഡ് ബി ദർ. അപ്പൊ പക്ഷെ അത് ടൈം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ അവിടെ നമ്മൾ പോസിറ്റിവിറ്റിയെ ഓവർ എംഫസൈസ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും വാലിഡേറ്റ് ചെയ്യാതിരിക്കരുത്, അയാളെ അക്നോളജ് ചെയ്യാതിരിക്കരുത്. ഈ ഒരു ചെറിയ തോട്ടാണ് ഇന്ന് രാവിലെ എനിക്ക് പറയാൻ തോന്നിയത്.
വളരെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നവരാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും വേണ്ടത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റും അങ്ങനെ ഒരു തോട്ടും തന്നെയാണ്. പക്ഷെ ഇങ്ങനെയും ഒരു സൈഡ് ഇതിനുണ്ട് എന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഹിഷാം സർ. ഓക്കെ, താങ്ക് യു ഷൈമ മാഡം ഫോർ യുവർ നൈസ് ടാക്ക്. നല്ല രീതിയിൽ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിലും അതിന്റെ നെഗറ്റീവ് മറ്റു വശങ്ങൾ എന്തൊക്കെയാണെന്നും നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാവുന്നതിന്റെ ഇതും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഷൈമ മാഡം പറഞ്ഞു. ഇതിന്റെ ഫീഡ്ബാക്ക് സെഷനിലേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്സ് പറയാനുള്ള സമയമാണ്. ഓപ്പൺ ഫോറം. ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ മാഡത്തിന്റെ അടുത്ത്. ഒരു ഷൈമ മാഡത്തിന്റെ അടുത്ത് ഒരു ചെറിയൊരു സംശയം. ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് കോഴ്സ് എപ്പോഴും ബി പോസിറ്റീവ് എന്ന് നമ്മൾ പറയാറുമുണ്ട്. ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ കാണിക്കുക, ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അതിനേക്കാൾ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്താണോ അത് എക്സാമിൻ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും എന്നിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴല്ലേ ആക്ച്വലി പോസിറ്റിവിറ്റി ആവുന്നുള്ളൂ. ഡെഫിനറ്റ്ലി. ഒരിക്കലും നമ്മുടെ പീപ്പിൾ വോണ്ട് ഫോളോ അവർ വേർഡ്സ്, ദേ ഫോളോ അവർ എക്സാമ്പിൾസ് എന്ന് പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ, നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോളോ ചെയ്യുക, അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല. അപ്പൊ അത് ആ ആക്ഷനിലേക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം തന്നെ ഫോളോ ചെയ്യുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ചും ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ മുമ്പത്തെ ഒരു ജനറേഷനും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. അവര് ശരിക്കും ഒരു ബാങ്ക് ഓഫ് നോളേജ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഇന്റലിജൻസും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നോളേജ് ഉള്ള ഒരു ജനറേഷൻ ആണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഈ ഹൈ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറയും ഇങ്ങനെയുള്ള ഫീലിങ്സ് ഇല്ലേ, ഇമോഷൻസ് ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ളവര് മോശക്കാരാണോ, അങ്ങനെയുള്ളവര് മോശമാണെന്നാണോ പറയുന്നത്? വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. നമുക്കിതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്തോ പ്രശ്നം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. മെന്റലി വി ആർ നോട്ട് സൗണ്ട് എന്നുള്ള അതിൽ വരും. എനിവേ, വണ്ടർഫുൾ സെഷൻ ആണ്. രാവിലെ തന്നെ ഈ ഒരു തോട്ട് ഭയങ്കര ബി പോസിറ്റീവ് ആൻഡ് എങ്ങനെയാണ് ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ പോകുന്നത്, അതില്ലാതെ ബാലൻസിങ് പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. ആൻഡ് മറ്റുള്ളവരെ ആക്ച്വലി നമ്മൾ എപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. നീ എന്തിനടി കരയുന്നത്, കരയരുത് എന്ന് പറയുന്നത്. എസ്പെഷ്യലി മെയിലിനോട് നമ്മൾ ഈവൻ എന്താ പറയാ, പാരന്റ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ ആണാണെടാ, നീ കരയരുത്. എന്താണ്, ആണുങ്ങൾക്ക് ഫീലിങ്സ് ഇല്ലേ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. താങ്ക് യു മാം. അത് നല്ലൊരു പോയിന്റ് ആണ്. ആക്ച്വലി ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചു വിട്ടുപോയൊരു ഫീലിംഗ് ആണ്. നമ്മൾ എപ്പോഴും പുരുഷന്മാരുടെ അടുത്ത് പറയുന്നതാണ് കരയരുത്. ആക്ച്വലി അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവർക്ക് സങ്കടമുണ്ട്, അവർക്ക് കരയണം ആക്ച്വലി. പക്ഷെ അവർ കരയാതിരിക്കുന്നത് ഒരു സൊസൈറ്റി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല. അതിന്റെ മുകളിൽ അവർ സപ്രസ്ഡ് ആവുക. അതുകൊണ്ട് തന്നെയാണ് മെന്റൽ വെൽബീയിങ് നോക്കിക്കഴിഞ്ഞാൽ ലേഡീസ് അല്ലെങ്കിൽ വിമൻ ആർ മെന്റലി സ്ട്രോങ്ങർ ദാൻ മെൻ എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ, സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഇമോഷൻസ് നന്നായി എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലും പുരുഷന്മാരുടെ അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്ന കൂട്ടത്തിലുമാണ്. അതിന്റെ റീസൺ ഇതാണ്, സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സൊസൈറ്റൽ നോംസ് ആണ്. താങ്ക് യു മാം. ഷൈമ കുഞ്ഞോമാണ്, വളരെ കിടിലൻ പെർഫോമൻസ് ആയി. ഗുഡ് മോർണിംഗ് സർ. വളരെ വേറിട്ട ഒരു ചിന്ത. സത്യത്തില് ഈ ഒരു ചിന്ത മിക്കവാറും പേരുകൾക്ക് പോയിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ എല്ലാവരും ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരാ. ഇത്തരത്തിലുള്ള ഒരു ചിന്ത പൊതുവെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ വളരെ വേറിട്ട ഒരു ടോപ്പിക് സ്വീകരിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ വളരെ നന്നായി അവതരിപ്പിച്ചു. കുറച്ച് സമയം കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് അവതരിപ്പിച്ച് തീർന്ന പോലെ തോന്നി. ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള ഈ ഒരു വേദി കുറെ കാലം നീണ്ടുനിൽക്കും. ഇനി ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് ഇതിനകത്ത് കയറി വരണം. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് മൈ ഗുരു. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് ഷൈമ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോ എന്താ പറയാ, നല്ലൊരു ടോപ്പിക്. കുറെ ദിവസത്തിന് ശേഷം മാഡത്തിനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. സന്തോഷം.
അപ്പൊ പെട്ടെന്ന് കരയുന്ന ഒരു ക്യാരക്ടറാണ് എന്റേത്. അപ്പൊ ഞാനും എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്, നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ, കുറച്ച് അതേപോലെ തന്നെ സന്തോഷവും വരും. പക്ഷെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് മാഡത്തിന്റെ ട്രെയിനിങ് കേൾക്കാൻ പറ്റിയത്, അതിലുള്ള സന്തോഷം. ഓക്കെ, താങ്ക് യു. ചേച്ചി താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ ജുനൈസ് നിലമ്പൂർ ജെസി ആണ്. ജസ്റ്റ് ചെറിയൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. ജെൻഡർ ബേസിൽ ഇമോഷൻസിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം, ലേഡിയെ സംബന്ധിച്ചോളം ഇമോഷൻസിൽ ആദ്യം വരിക പിന്നെ കരച്ചിലാണ്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ആദ്യം ഒരു ആങ്കറാണ്, ആങ്കർ. അപ്പൊ ആ ഒരു ജെൻഡർ ബേസ്ഡ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാർ അധികം പിന്നെ ഫസ്റ്റിലെ കരയാത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് അതിനിപ്പോ ശരിക്കും ഒരു 4 സ്റ്റേജ് 5 സ്റ്റേജ് ഉണ്ട് അതില്. ഒന്ന്, ആദ്യം നമ്മൾ ഡിനേ ചെയ്യും. ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ ആദ്യം ഡിനേ ചെയ്യും. പിന്നെ വരിക ആങ്കർ ആണ്, പിന്നാണ് ആങ്കർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഒരു ക്യാൻസറിനെ കുറിച്ച് പറയാം. ആദ്യം നമ്മൾ ഡിനേ ചെയ്യും, നമുക്ക് എങ്ങനെ വരുന്നത്, നമുക്ക് അങ്ങനെ ചാൻസസ് ഇല്ല. പിന്നെ ഒന്ന് ഒരു ആങ്കർ ആണ് വരിക. അത് കഴിഞ്ഞിട്ട് ബാർഗൈനിങ് ചെയ്യും. അതായത് ഇത് കുറച്ചും കൂടെ എനിക്ക് ആയുസ് നീട്ടി തന്നുകൂടെ, അങ്ങനെ. പിന്നെ നമ്മള് പിന്നെ ഡിപ്രഷനിലേക്ക് പോകും. ഫൈനലി നമ്മൾ ആക്സെപ്റ്റൻസ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെസ്റ്റമെന്റ് ഒക്കെ എഴുതുക. അതായത് ആളുകളെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 4-5 സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചോളം ആങ്കർ ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം പിന്നെ കരച്ചിലാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ആഡപ്പ് ചെയ്തോളൂ. താങ്ക് യു മാഡം. Okay, thank you sir for your information. Thank you. Congratulations, Shaima. Soumya Suresh from JC Nemmara. Soumya madam, thank you. Yes. Congratulations. നല്ലൊരു വേറിട്ട ആശയമെടുത്ത് വളരെ നല്ല മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തു. ഷൈമ, ഞങ്ങൾ ഒരുമിച്ച് കൊളീഗ് പ്രസിഡന്റ്സ് ആണ്. അപ്പൊ ഷൈമയുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു സെഷൻ കേൾക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. മെറി ക്രിസ്മസ് ഓൾ. താങ്ക് യു. താങ്ക് യു സെക്രട്ടറി. ഓക്കെ, ഇനി ഫീഡ്ബാക്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നില്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നല്ല ഒരുപാട് സെഷൻസ്, നമുക്ക് നല്ല രീതിയിലുള്ള തോട്ട്, ഒരു പോസിറ്റീവ് ഓവറായിട്ടുള്ള പോസിറ്റീവ് ഇതിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് പറയുകയും എന്താണ് ഒരു ബാലൻസിങ് പോസിറ്റിവിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഷൈമ മാഡം ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇതിന് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് തബ്ഷീർ പോയോ? തബ്ഷീറിനെ ക്ഷണിക്കുന്നു. തബ്ഷീറെ. Thank you, Chairman, to privilege. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഷൈമ മാഡത്തിന്റെ നല്ല വാക്കുകൾ കൊണ്ട് എന്നും കുറെ കാര്യങ്ങൾ കേൾക്കാനും എന്നും തുടങ്ങാൻ പറ്റുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് 25ാമത്തെ ക്ലാസ് ആണ് നമ്മളത്. അത് നല്ലൊരു സബ്ജക്റ്റോട് കൂടി ആവാൻ പറ്റിയത് വളരെ നല്ലത്. ഈ സെഷൻ എടുത്ത ഷൈമ മാഡത്തിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ചെയർമാന് സ്വാഗതം പറഞ്ഞ വർഷ മാഡത്തിനോടും എല്ലാ JC നോൺ JC മെമ്പേഴ്സിനോടും ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ജയ് JCA, ബി ബെറ്റർ, ലെറ്റ്സ് make different, enjoy the joy of JCA. Thank you. താങ്ക് യു സോൺ ഓഫീസർ തബ്ഷീർ സർ ഫോർ യുവർ നൈസ് ടോക്ക്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഇനിയും ഇത്തരത്തിലുള്ള സെഷനുകളിൽ ഡെയിലി എല്ലാ ദിവസവും രാവിലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇനിയും ഷൈമ മാഡത്തെ പോലെയുള്ള അതുപോലെ ഇത് കേൾക്കുന്ന ഈ സെഷനിൽ വരുന്ന ഒരുപാട് ട്രെയിനേഴ്സിന്റെ ആവശ്യം നമുക്കുണ്ട്. എനിവേ നമുക്ക് ഞങ്ങളുടെ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് ഇനിയും കൊണ്ടുപോകണം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JCA India Zone 28 is hereby adjourned. Thank you all.